മട്ടർ പനീർ മസാലയ്ക്ക് വേണ്ടിയിട്ട് പനീർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില എല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്കൊരു പകുതി വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ആദ്യം കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് ഒന്ന് പാതി വാട്ടിയെടുക്കുക. കുറച്ച് വാടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കാഷ്നട്ട് വേണ്ടവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 4-5 കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിപ്പൊടിയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല ഞാൻ ഇപ്പോഴല്ല ഇടുന്നത്, അത് നമുക്ക് പിന്നീട് ഇടാം. ഈ സമയത്ത് ചേർക്കണമെങ്കിൽ ചേർക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മസാല എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് അരച്ച് വയ്ക്കാം. സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയിൽ ഇട്ട് ചൂടാക്കുക. കുറച്ച് ഗരം മസാല പൊടിയാണ് ഞാൻ ഇപ്പോഴാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചപ്പൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ട് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ആദ്യമേ തന്നെ ആഡ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് പാകമാണെന്ന് നോക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1 മിനിറ്റ് 2 മിനിറ്റ് കൂടുതൽ മൂടി വയ്ക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മട്ടർ പനീർ ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് കസ്തൂരി മേത്തിയുടെ പൊടിയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക.